എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും പത്മൻസ് അഗ്രോവിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നുള്ളത് വയനാട് ജില്ലയിലെ പാടിച്ചിറ വില്ലേജിലെ 1.5 ഏക്കർ ഭൂമിയിലാണ്. ഇവിടെ കാപ്പിത്തൈകൾ നടുന്നതിന് വേണ്ടിയാണ് എത്തിയിട്ടുള്ളത്. 2 മാസം മുമ്പേ ഞങ്ങൾ ടില്ലർ ഉപയോഗിച്ച് ഭൂമിയൊക്കെ നന്നായി കിളച്ചൊരുക്കി ഇട്ടതാണ്. കടുത്ത മഴ പെയ്താൽ ഇവിടെ കൃഷിപ്പണിയൊന്നും നടക്കില്ല. കാരണം പശ്ചിമരാശി കൂടുതലുള്ള മണ്ണായതുകൊണ്ട് വെള്ളം കെട്ടി നിന്ന് തികച്ചും ചെളിയാകും. തൂമ്പയ്ക്ക് ഒരു പണിയും എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് മഴ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ കാപ്പിത്തൈ നടുന്നതിന് വേണ്ടി ഉള്ള ഒരുക്കത്തിലാണ് ഇവിടെ എത്തിയത്. രാവിലെ വെളുപ്പിന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി WSSൻ്റെ മാനന്തവാടി നഴ്സറിയിൽ പോയി 600 തൈകൾ ഞങ്ങൾ വണ്ടിയിൽ കയറ്റിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. റോബസ്റ്റ ഇനത്തിൽപ്പെട്ട തൈകളാണ് ഇവിടെ നടുന്നത്. റോബസ്റ്റയ്ക്കുള്ളൊരു പ്രത്യേകത, മറ്റ് തൈകളെ അപേക്ഷിച്ച് രോഗങ്ങളും കീടങ്ങളും അത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവും ഈ റോബസ്റ്റ ഇനത്തിനുണ്ട്. മാത്രമല്ല, നന്നായി നാം സംരക്ഷിച്ചു കഴിഞ്ഞാൽ 3-4 വർഷം കൊണ്ട് തന്നെ നമുക്ക് വിളവെടുക്കാൻ കഴിയും. ആകെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ നമ്മൾ നട്ടു കഴിഞ്ഞാൽ ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസം വരുന്ന ആ കടുത്ത വേനലിനെ ഒന്ന് പ്രതിരോധിക്കുന്നതിന് വേണ്ടി നനയ്ക്കാൻ സൗകര്യമുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഷെയ്ഡോ പുതിയോ കെട്ടി നമ്മളതിനെ വേനലിന് സംരക്ഷിക്കണം. അടുത്ത വർഷം മുതൽ ഇതിന് യാതൊരു തരത്തിലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ലൈൻ അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. 10 × 10 അടി അകലത്തിൽ, അതായത് ചെടികൾ തമ്മിലും വരികൾ തമ്മിലും 10 അടിയാണ് ഞങ്ങളിതിൻ്റെ അകലം നിശ്ചയിച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ ശാസ്ത്രീയ നിർദ്ദേശം. നടുന്നത് 1 അടി സമചതുരത്തിലുള്ള കുഴികളെടുത്തിട്ടാണ്. നടുന്നതിന് മുമ്പേ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി മിശ്രിതം സുമാർ ഒരു 1/2 കിലോ വീതം ഒരു തൈയിൻ്റെ ചുവട്ടിലിട്ട്, തൈകൾ അതിൻ്റെ ചെറിയ കൂടത്തൈകളാണ്. ആ കൂടത്തൈകളുടെ പ്ലാസ്റ്റിക് കൂട് ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ച് മാറ്റി നമ്മൾ ആ തൈകൾ അതിൽ നട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ പ്രവൃത്തികളാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും ഇതിൽ പരിചയസമ്പന്നരായ ആളുകളാണ് എൻ്റെ ഒപ്പമുള്ളത്. നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കാപ്പിത്തൈ അത് വളരെ ആദായകരമായ ഒരു കൃഷി രീതിയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം കുരുമുളകും ഇഞ്ചിയുമൊക്കെ നമ്മൾ കൃഷി ചെയ്ത് പലപ്പോഴും പരാജയം ഏറ്റുവാങ്ങിയതാണ്. ഇപ്പോൾ ഒരു ദീർഘകാല വിള എന്ന നിലയിൽ ആർക്കും പരീക്ഷിക്കാവുന്ന ഒന്നാണ് കാപ്പി കൃഷി.